വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഈ പറമ്പിക്കടെ കറങ്ങി തിരിഞ്ഞ് നടത്തിലേക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇത് രാവിലെ തന്നെ അമ്മച്ചീനെ പറമ്പിൽ കിട്ടുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വാഴക്കൊലയൊക്കെ പഴുത്ത് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെട്ടിത്തരാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. പക്ഷേ ഞാനിനി കൊല വെട്ടാൻ നോക്കി കഴിഞ്ഞാൽ വാഴയും കൊണ്ട് ഒടിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട, പതുക്കെ പിടിച്ച് തന്നാൽ മതി, ഞാൻ വെട്ടിക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയുടെ കൈക്ക് ചെറിയൊരു വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പ്ലേസ് ചുറ്റി വെച്ചേക്കുവാണ് കേട്ടോ. അതുകൊണ്ട് പതുക്കെ നൈസായിട്ട് ഞാൻ അവിടുന്ന് പിടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ അത് പോവാതെ നോക്കാതുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക്. അപ്പം പതുക്കെ അമ്മച്ചി അവിടുന്ന് വെട്ടി തരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോവാതെ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2-3 പെടലിലേക്ക് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി എന്ത് ചാടി പിടിച്ചിട്ടുണ്ട്. കുറേ മേളിലൊക്കെ പഴുത്തേക്കിലും കിളിയൊക്കെ വന്ന് കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പഴങ്ങളൊക്കെ കേടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുത്തിയിരുന്നിട്ട് അതിൽ നിന്ന് കേടായതൊക്കെ പറിച്ച് അങ്ങ് മാറ്റി കളയുവാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ചെറുതായിട്ട് ചതഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പതുക്കെ നൈസായിട്ട് വെട്ടി കളഞ്ഞ് മാറ്റി പറക്കി എടുക്കുവാണ്. വെച്ചുകൂട്ടൻ്റെ മേളിൽ പിള്ളേരുണ്ട്, അവിടെ ഇരുത്തിയിട്ടാണ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നത്. പിന്നെ എന്തായാലും ഇറങ്ങി വന്നാലേ അമ്മച്ചി ഓരോ സാധനങ്ങൾക്ക് പുതിയതായിട്ട് നട്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ സീതപ്പഴം അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. സീതപ്പഴം, മുളക്, ചീര എന്തൊക്കെയോ കുറേ ആകുമ്പോൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വാഴക്കൊല കൊണ്ടുപോയി മുകളിലേക്ക് കയറ്റി വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കപ്പയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 കപ്പും കൂടെ കുത്താൻ വേണ്ടി അവിടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എലി രാത്രി വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. കപ്പയെല്ലാം കുറച്ച് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ 2 കൊമ്പും കൂടെ ഉണ്ടായിരുന്നു വെക്കാൻ വേണ്ടിയിട്ട്. അത് അമ്മച്ചി 2 അപ്പുറം സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഇപ്പുറം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ എൻ്റെ അടുത്ത് വയ്ക്കാൻ പറഞ്ഞു. പിന്നെ മൽബറിയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നത് പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഗ്യാപ്പിൽ നോക്കി എൻ്റെ അടുത്ത് ചാടി വന്നു കേട്ടോ. കപ്പയുടെ ഒരു കമ്പകം ഉണ്ടായിരുന്നു. ഞാനത് സെറ്റ് ചെയ്ത് അവിടെ ഒതുക്കി പറക്കി സെറ്റ് ചെയ്ത് വെക്കുവാണ്. അപ്പം അമ്മച്ചി പതുക്കെ നൈസായിട്ട് അവിടുന്ന് കുത്തി മണ്ണിളക്കിയൊക്കെ തരുന്നുണ്ട്. അപ്പം ഞാനത് കപ്പയൊക്കെ നട്ടു അവിടെ ഇരുന്ന്. നേരത്തേക്ക് ഇഷ്ടമാതിരി മുളകൊക്കെ കഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 1-2 മുളകും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അമ്മച്ചി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെക്കനെയും കൂട്ടി ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ഇവിടെ നിൽക്കേണ്ടത് നടക്കില്ല. പിന്നെ അവനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകും. അപ്പോഴാണ് അവൻ പറയും എനിക്ക് വാഴയില വേണം. ഇപ്പോൾ കളിക്കാനായിട്ട് വാഴയിലയാണ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഒരു കത്രികയുണ്ട്, എന്ന് വെച്ചാൽ വലിയ മുറിച്ചൊന്നും ഇല്ല കേട്ടോ. ആക്കിനെ മുറിച്ച് ഇങ്ങനെ കളിക്കുക, അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. അപ്പം അമ്മച്ചി 1-2 വാഴയുടെ ഇലയൊക്കെ ഇങ്ങനെ കീറി കൊടുക്കാറുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ പെരക്കകത്ത് കയറില്ല. ഫുഡ് കഴിക്കാൻ മാത്രമേ വീട്ടിലെടുത്ത് പെരക്കകത്തേട്ട് കയറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുറ്റത്തിരുന്ന് ഈ കല്ലും മണ്ണൊക്കെ പറക്കി കളിയാണ്. ഇപ്പോൾ വാഴയില കിട്ടിയ സന്തോഷത്തിലാണ് അവൻ കിടന്ന് ഓടുന്നത്. താഴത്തെ പറമ്പിലാട്ടോ ഈ സംഭവങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ മേലിലേട്ട് ഞങ്ങൾ ചീര പറിച്ചു കൊണ്ടു. ചീരയല്ല, സോറി മാറിപ്പോയി, മുരിങ്ങയില പറിച്ചു വന്നു. അപ്പോൾ ഇത് മുരിങ്ങയില വെളുത്താന്ന് വിചാരിച്ചുകൊണ്ടോ. അപ്പോൾ ആൾ കൂടെ പോയിട്ടുണ്ട്. ഇനി എന്താക്കുമെന്നുള്ളത് അറിയില്ല.